നമുക്ക് ഉരുളക്കിഴങ്ങ് പറിക്കാം. മാന്തി ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചീര ഉണ്ട്. ചീര പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ കുഴിച്ചിട്ടാട്ടോ. ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അപ്പം ഇത് യൂട്യൂബിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം സംഭവം വള്ളിയൊക്കെ ചീഞ്ഞ് അതിൻ്റെ നല്ല ഇലയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഇതുണ്ടോ, അതിൻ്റെ വള്ളിയൊക്കെ ചീഞ്ഞു പോയി. അപ്പം ഇനി എന്തായാലും അത് എടുക്കല്ലേ പറ്റൂ പറഞ്ഞിട്ടാണ് ഞാനൊന്ന് തോണ്ടി നോക്കണത്. കുറച്ചൊക്കെ ഉണ്ട് തോന്നുന്നു, ഇന്നാൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ തോണ്ടിയപ്പോൾ ഒരു 2-3 കിട്ടിയിട്ടോ. അതൊക്കെ ഇങ്ങനെ അമച്ചിരിക്കണം അതിലകത്ത് കിടന്നിട്ട്. അപ്പം ഞാൻ എടുത്തൊന്നുമില്ല. 3 കിട്ടിയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ വിചാരിച്ചിട്ട് അതിൽ തന്നെ കുഴിച്ചിട്ടു. അല്ല, നമുക്ക് കറിയിലൊക്കെ ഇടാം, പക്ഷെ നല്ല അമ വന്നിരിക്കണം അതിൽ. അപ്പം ഞാനത് അതിൽ തന്നെ കുഴിച്ചിട്ടു. ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഉണ്ടാവട്ടെ. കുറച്ച് മണലും കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചകിരിച്ചോറ്, പിന്നെ കരിയില, ചാണകപ്പൊടി, കുറച്ച് മണലും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അതിൽ ചെയ്തിട്ടില്ല. മണ്ണൊന്ന് ലൂസാക്കിയിട്ട് മാത്രമേ അതിൽ കുഴിച്ചിട്ടു. അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഒരു 3 കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി അത് അമ്മ വരുമ്പോൾ ഞാനത് കാണിക്കാം. ഈ ചെറിയ വ്ളോഗൊക്കെ എടുത്ത് ശീലമായി വരണല്ലേ. ഇനി നമുക്കൊക്കെ വോയിസ് കൊടുക്കാനും ഒക്കെ പഠിക്കണം. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പൂസേ കടിക്കല്ലേ. ചീര പിന്നെ പറിക്കേണ്ട സമയം കഴിഞ്ഞു. നിറച്ച് പുഴുവൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കട്ടെ, ഞാൻ വിട്ടുപോ. ചീര നല്ല ഇല കേട്ടോ, നല്ല പച്ച ഇല ചീര. നല്ല ടേസ്റ്റ് ഉണ്ട്. തോരൻ വെച്ച് കഴിഞ്ഞാൽ. പറിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. ഇവിടെ കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ പറിക്കാതിരുന്നതാണ്. എന്നാലും ഇത്രയൊന്നും ഇപ്പോൾ വയ്ക്കാനും പറ്റില്ല. കുറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കണം. അല്ലാതെ ഇപ്പോൾ ഇത് മൊത്തമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും കഴിക്കാനില്ല. കടയിലൊന്നും കൊടുക്കാൻ നമുക്കറിയില്ല. നമ്മളിതുവരെ അങ്ങനെ പോയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. കടിക്കിട്ടവേ പിന്നെ പറഞ്ഞിട്ട് വരണ്ടാവില്ല. അപ്പോൾ പോയി ഉറങ്ങാം. അപ്പോൾ നീയേ ഫുഡ് കഴിച്ചാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു 100 രൂപ ഞാൻ ചിലവാക്കി കാണും ഇപ്പോൾ ഈ പച്ചക്കറിയിൽ. അത്രേ ചിലവാക്കിയിട്ടുള്ളൂ കേട്ടോ. 100, 160, 170 അത്രേ. എന്നാലും ഞാനിപ്പോൾ എത്ര പ്രാവശ്യം പയറായാലും കോവലായാലും പിന്നെ കായ്പയ്ക്കായാലും ഇപ്പോൾ അതാ ചീര, അങ്ങനെ ഇപ്പം എത്ര പ്രാവശ്യം പറിച്ച് വീട്ടിലുണ്ടാക്കി കഴിച്ചു എന്നറിയോ. അപ്പുവേ ഇവനെയും കൊണ്ട് തോറ്റു ഞാൻ. ഇത്രയും കിട്ടി. ഇവനെ കൂട്ടിലാക്കിയിട്ടാണ് ഞാനത് പറിക്കാൻ പോയി. അതിൻ്റെ ബഹളമാണ് ഇവിടെ. കണ്ടോ, തെറ്റി അവൻ തെറ്റിയിരിക്കുക. ഞാൻ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ സോപ്പിടണം അവനെ. കൂട്ടിലാക്കിയ പിന്നെ ഭയങ്കര പിണക്കാണ് അവന്.
ഉറങ്ങേണ്ട ടൈമാണ് രാവിലെ ഓരോ 9:30 ആകുമ്പോഴേക്കും നല്ല കിടന്ന് ഉറങ്ങും. ഇന്നിപ്പോൾ എന്താ അറിയില്ല, ഉറക്കമില്ല. ഫാനിട്ട് റൂമിൽ കിടത്തിയാൽ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിക്കോളും. ഒച്ചയൊന്നും പാടില്ല. അതാണ് അവൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ എന്നാൽ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ അടുത്തൊരു പച്ചക്കറി അല്ലാത്തൊരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പം ശരി.